എന്നാൽ നിങ്ങൾ പറഞ്ഞ ചില ആളുകൾ പറഞ്ഞത് ഇത് നമുക്ക് IS കുറിച്ച് അറിയാത്ത കുറേ നിഗൂഢ രഹസ്യങ്ങൾ, കുറേ ഇൻഫർമേഷൻസ് തരുന്നൊരു പുസ്തകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം ഞാനൊരു 2-2.5 വർഷത്തോളം ഇതിന് പിന്നിൽ ഒരുപാട് പഠനം നടത്തിയിട്ടാണ് ഈ നോവൽ എഴുതുന്നത്. ശരിക്കും ഈ പുസ്തകം നോവലാണെന്ന് വെച്ചാൽ നോവലാണ്. പക്ഷെ ഞാൻ സാധാരണ നോവൽ മാത്രം അങ്ങനെ വായിക്കാറില്ല. എന്തെങ്കിലും സംതിങ് എനിക്ക് കിട്ടണം. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഇതിൽ ഇൻഫർമേഷൻ ഉണ്ട്, യാത്രാ വിവരണങ്ങളുണ്ട്. ISS എന്ന് പറയുന്ന ആർക്കും ആലോചിച്ചിട്ട് പിടുത്തം കിട്ടാത്തൊരു സംഘടനയെക്കുറിച്ച് സംതിങ് പറയുന്നുണ്ട്. അതെ. അപ്പോൾ ശരിക്കും ഈ പുസ്തകം എന്ത്? നിങ്ങൾ ഈ പറഞ്ഞ അഭിപ്രായം വായിച്ച പല ആളുകളും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അതായത് ദായിഷ് നോവലാണെന്ന് ചോദിച്ചാൽ നോവലാണ്. കാരണം അതൊരു നോവലിൻ്റെ രൂപത്തിൽ നമ്മൾ പാർട്ടുകളായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോവലാണ്. എന്നാൽ ഒരു യാത്രാവിവരമാണെന്ന് ചോദിച്ചാൽ യാത്രാവിവരമാണ്. കാരണം ഇവിടെ നിന്ന് 2 പേര് പോകുന്നു, ഇറാഖിലേക്ക് പോകുന്നു, സിറിയയിലേക്ക് പോകുന്നു, ദമ്മാജിലേക്ക് പോകുന്നു, അവരവിടെ നിന്ന് വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു, തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങൾ, അവിടുത്തെ അനുഭവം, അവിടുത്തെ ഭാഷ, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ സംസ്കാരം എല്ലാം നമ്മൾ പറയുന്നുണ്ട്, വേഷം എല്ലാം നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പറഞ്ഞ ചില ആളുകൾ പറഞ്ഞത് ഇത് നമുക്ക് IS കുറിച്ച് അറിയാത്ത കുറേ നിഗൂഢ രഹസ്യങ്ങൾ, കുറേ ഇൻഫർമേഷൻസ് തരുന്നൊരു പുസ്തകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം ഞാനൊരു 2-2.5 വർഷത്തോളം ഇതിന് പിന്നിൽ ഒരുപാട് പഠനം നടത്തിയിട്ടാണ് ഈ നോവൽ എഴുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആർക്കും അറിയാത്ത കുറേ അവരുടെ രഹസ്യ ഓപ്പറേഷനുകൾ, അവരുടെ പ്രവർത്തനത്തിൻ്റെ സ്വഭാവ രീതി, എങ്ങനെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത്, അവിടെ അവരുടെ പ്രവർത്തന രീതി എന്താണ്, എന്തിനാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ തുടങ്ങി ISമായി ബന്ധപ്പെട്ട് നമുക്കാർക്കും അറിയാത്ത കുറേ രഹസ്യങ്ങൾ നമ്മൾ ഇൻഫർമേഷനായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു വിജ്ഞാന സാഹിത്യം എന്ന രീതിയിൽ പറയാം. ഈ നോവൽ വായിച്ചിട്ട് എനിക്ക് ഒരു രസകരമായൊരു സംഭവം എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത്, ദായിഷ് ഞാൻ വായിച്ചു, ദായിഷ് കഴിഞ്ഞപ്പോഴുള്ള എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഹോളിവുഡ് സിനിമ കണ്ട പോലെയാണ്. അപ്പോൾ പറഞ്ഞാൽ അതിൽ പ്രണയമുണ്ട്, വെടിയുണ്ട്, യുദ്ധമുണ്ട്, വെടിപ്പുകയുണ്ട്, എല്ലാം കൊണ്ടും ഒരു വിജയിച്ച ഇംഗ്ലീഷ് സിനിമ പോലെയാണ് എനിക്ക് ഈ ദായിഷ് ഫീൽ ചെയ്തത് എന്ന് പറയാം. അപ്പോൾ ഈ വായനക്കാരൻ ഏത് രീതിയിൽ കാണുന്നു അതാണ് യഥാർത്ഥത്തിൽ നോവൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് രീതിയിലും ദായിഷിനെ കാണാവുന്നതാണ്.